വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് നല്ല റെസ്പോൺസ് എല്ലാവരും തന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പോലത്തെ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഐ വാസ് ബോൺ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മേ ബി ഇത് ഭയങ്കര എൻ്റർടൈനിങ് ഒരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ. ഇത് ഒരു അവയർനെസ് പോലെ, കാരണം എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണിത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പറയാണ്ട് ഇനി മുമ്പോട്ട് വീഡിയോസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോൾ വീഡിയോ എൻ്റെ ഈ ഒരു സ്പെഷ്യാലിറ്റീനെ പറ്റി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ലൈക്ക് ഒരു ആറ്റം ബോംബ് വീണ പോലെയായിരുന്നു ഒരു ഫാമിലിയിൽ. കാരണം എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും ആദ്യത്തെയും അവസാനത്തെയും കുട്ടിയാണ് ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ നോർമലായിരുന്നു. സോ പക്ഷെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചറായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇന്നത്തെ പോലെ നമുക്കൊരു അത്ര ഗൂഗിൾ ആക്സസിബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു ടൈമാണ്. നമുക്ക് സ്മാർട്ട് ഫോണൊന്നും ഇല്ല. സോ ആർക്കും ഇത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും വിചാരിച്ചത് ഈ എടുത്തപ്പോൾ താഴെ വല്ലതും വീണിട്ട് പറ്റിയതാണ് എന്നൊക്കെയാണ് വിചാരിച്ചത് കുഞ്ഞിൽ. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു ബ്രിട്ടിൽ ബോൺ എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്നുള്ള ഒരു റെയർ ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡറാണ്. ഭയങ്കര റെയർ ആണിത്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിനെ കുറിച്ച് അങ്ങനെ ആർക്കും അറിയത്തില്ല. ഇത് പറയുമ്പോൾ തന്നെ ഇതെന്താ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ കാണുന്ന മിക്കവരും തന്നെ ഇങ്ങനെ ചോദിക്കും, പോളിയോ വന്നതാണോ അതോ ക്ലെഫ്റ്റ് ഫുട്ടാണോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ ബോൺസ് ഭയങ്കര ബ്രിട്ടിലാണ്, പെട്ടെന്ന് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും പറയും പാല് കുടിക്കണം കേട്ടോ, കാൽഷ്യം കഴിയണം എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ അതുകൊണ്ട് സോൾവ് ആവുന്നൊരു ഇഷ്യൂ അല്ല ഇത്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഉള്ളൊരു സംഭവമാണ്. ഐ വാസ് ബോൺ ലൈക്ക് ദിസ്. സോ ദർ ഇസ് നോ ക്യൂർ. നമുക്ക് മെഡിസിൻസ് ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതിന്, ഈ ഒരു ബ്രിട്ടിൽ ബോൺ ഡിസീസിന്. അപ്പോൾ ഇത് എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ടൈപ്പ് 1 കൊളാജൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ഒരു കൊളാജനാണ് നമ്മുടെ ബോൺസിന് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തരുന്നത്. അപ്പോൾ എനിക്ക് അത് കുറവായിരിക്കും, അതിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് അത് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ബ്രിട്ടിൽ ബോൺസ് എന്ന് പറയുന്നത്. അപ്പം ബോൺസ് ആണ് നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് പ്രോപ്പർ ഇൻടാക്റ്റ് ആയിട്ട് വെക്കുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ ഓടാനും നടക്കാനും ചാടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബോൺസ് വീക്കാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു ആക്ടിവിറ്റീസും നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഇതിൻ്റെ ഒരു സിവിയറിറ്റി കുറഞ്ഞൊരു ടൈപ്പാണ് എനിക്ക് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രിട്ടിൽ ബോൺ ഡിസീസസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ടൈപ്പ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ ഭയങ്കര ഡിഫോമിറ്റീസ് ഉണ്ടാവും, അങ്ങനെയാണ്. പക്ഷേ ഇത് ഒരു പ്രോഗ്രസീവ് ഡിസോർഡർ അല്ല. അതായത് ഇങ്ങനെ പ്രോഗ്രസീവ് എന്നുദ്ദേശിച്ചത് നമ്മൾ ഈ പ്രായമാകും തോറും കൂടിക്കൂടി വരുന്നൊരു സംഭവമല്ല ഇത്. നമുക്ക് എന്താണോ ഉള്ളത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈഫ് ലോങ് ഇത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ നടക്കുന്നത് വോക്കർ യൂസ് ചെയ്തിട്ടാണ്. വോക്കർ കൊണ്ടുപോകാത്ത പറ്റാത്ത സ്ഥലത്ത് ഞാൻ ക്രച്ച് യൂസ് ചെയ്യും. എൻ്റെ കാലിനും ഒരു 3 ഇഞ്ചോളം ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുറേ സർജറീസ് നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളോ അതിനൊന്നും നമുക്ക് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുഞ്ഞിലെയൊക്കെ ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു നിയർ ടു 40 ഫ്രാക്ചേഴ്സ് എന്തായാലും എനിക്ക് വന്നിട്ടുണ്ട് കുഞ്ഞിലെ തൊട്ട് ഇപ്പം വരെ ഉള്ളത്. നമ്മൾ പ്രോപ്പർ കൗണ്ടൊന്നും എടുത്തിട്ടില്ല. കാരണം കൗണ്ട് എടുക്കാനായിട്ടുള്ള അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ഒരു ഫ്രാക്ചർ വരുമ്പോൾ. കാരണം ഭയങ്കര പെയിൻഫുള്ളാണ്, ഒരു ട്രോമയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രാക്ചേഴ്സ് വരിക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രോപ്പർ കൗണ്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്തായാലും അത്രയും അതിൻ്റെയൊക്കെ അടുത്ത് ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ കുഞ്ഞിലെ ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് വിത്ത് ഒ ഐ എന്നാണ് നമ്മൾ ഇതിനെ ഓമന പേര് വിളിക്കുക, ഈ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റിന് കേട്ടോ. അപ്പോൾ ലിവിങ് വിത്ത് ഒ ഐ ഈസ് നോട്ട് എൻ ഈസി ടാസ്ക്. കുറച്ച്
പാടാണ്. കാരണം നമുക്കിത് ഇതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മെഡിസിനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാന്നുള്ളതാണ്. ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് ഈ ഒരു അസുഖത്തിൻ്റെ ആകെ ഉള്ളൊരു മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നു. ബോധമല്ല, ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം ഒരു ഫ്രാക്ചർ വരുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്ക് അനങ്ങാൻ പറ്റില്ല, നമുക്കൊരു ബെഡ് റിഡൻ ആയിരിക്കും, ഫുൾ ബെഡ് റിഡൻ ആയിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞിലേ തന്നെ നമുക്ക് ആ ഒരു പേടി വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും വലിഞ്ഞു കയറത്തൊന്നും ഇല്ല, നല്ല പോലെ ഞാൻ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പറയുന്ന പോലെ തന്നെ കുഞ്ഞിലെയൊക്കെ എപ്പോഴും ഫ്രാക്ചേഴ്സ് വരുമായിരുന്നു. ഞാൻ എന്നെ കുഞ്ഞിലെയൊക്കെ ലൈക്ക് ബേബി ആയിരുന്ന ടൈമിൽ മമ്മി എന്നെ പില്ലോയിലാണ് എടുത്തുകൊണ്ടിരുന്നത്, അധികം അനക്കമൊന്നും തട്ടാതെ. അതുകൊണ്ട് തന്നെ ഈ OIയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഈ നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കുഞ്ഞിലെ മമ്മി ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് എൻ്റെ ബോഡിയിൽ അങ്ങനെ ഡിഫോമിറ്റീസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വലുതായപ്പോഴും എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഒരുപാട് ഫ്രാക്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രോപ്പറായിട്ട് ഹീലായിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. പക്ഷെ അത് നടക്കാൻ തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല, നടക്കും, വീഴും, പിന്നെ ഒരു 2-3 കൊല്ലം ഞാൻ നടക്കാതിരിക്കും, പിന്നെയും നടന്നു തുടങ്ങും, അപ്പോൾ ഒന്ന് വീഴും, പിന്നെ ഒരു 2-3 കൊല്ലം നടക്കാതെ, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 5th സ്റ്റാൻഡേർഡിലൊരു സർജറി ചെയ്തു കാലിൽ. അപ്പോൾ തൊട്ടാണ് ഒരു പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം, അതായത് ഗവൺമെൻറ്റിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും നമുക്ക് ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഡിസബിലിറ്റീസിനെയും വിളിക്കുന്നത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഈ ബ്രിട്ടിൽ ബോൺ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഇതിന് കണ്ടീഷന് ശരിക്കും പറഞ്ഞ് സാധാരണ ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി പോലെയല്ല. ഇതിന് കുറച്ചുകൂടെയൊക്കെ കെയർ വേണം, കുറച്ചുകൂടെ ഒരു എന്താ പറയുക കൺസിഡറേഷൻ കൂടുതൽ കിട്ടേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. നമ്മുടെ ഈ ജീൻസിൻ്റെ മ്യൂട്ടേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കഴിയുമ്പോൾ എന്തൊക്കെയോ പറ്റുന്നതാണ് ഈ സംഭവം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല, പക്ഷേ ജനറ്റിക് ആണ്. അപ്പം പക്ഷെ എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്നും മമ്മിയുടെ സൈഡിൽ നിന്നും ടച്ച് വുഡ് ആർക്കും നമുക്ക് ഈ പറഞ്ഞ ട്രെയ്റ്റ്സ് ഒന്നും ഇല്ല. ആ ഭാഗ്യം കിട്ടിയത് ചിലപ്പോൾ എനിക്കായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഐ ആം ദ ചോസൺ വൺ. ഞാൻ 12th ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, സബ്മിസീവ് ആൻഡ് ഡോമിനൻറ്റ് ജീൻസ് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് 12 തലമുറ വരെയുള്ള ജീൻസ് നമ്മുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ അത് ഏത് തലമുറയിലാണ് എപ്പോഴാണ് അത് ഡോമിനൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഡോമിനൻ്റ് ആയി വന്നത് എന്നിലാണ്, ഞാനാണ് ചൂസൺ വൺ എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം, ആഗ്രഹം. അപ്പോൾ എൻ്റെ ലൈഫ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ കടന്നു പോയതിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ കൂടുതലുണ്ടായിരിക്കാം, മേ ബി ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ. കുഞ്ഞിലെയൊക്കെ മമ്മിയൊക്കെ പറയുന്നത് നീ വലുതാകുമ്പോൾ ശരിയാവും എന്നൊക്കെ, പിന്നെ മനസ്സിലായി ചുമ്മാ പറയുന്നതാന്ന്. പക്ഷേ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്യൂബർട്ടിയൊക്കെ അറ്റൈൻ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ സിവിയറിറ്റി കുറച്ച് കുറയും. ചിലർക്കത് കൂടാറുണ്ട്, ചിലർക്കത് കുറയാറുണ്ട്. അപ്പോൾ എനിക്കത് കുറഞ്ഞിട്ടാണുള്ളത്. സ്പൈനിൽ സർജറി ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്പൈൻ ഇങ്ങനെ സ്ക്രൂ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് നേരെ ആക്കിയതാണ്. അപ്പോൾ ഈ ഓസ്റ്റിയോജെൻസിസ് ഇംപെർഫെക്റ്റയുടെ ഒരു സിംറ്റമാണ് സ്കൂളിയോസിസ് എന്ന് പറയുന്നത്, അതായത് സ്പൈൻ ബെൻഡ് ആവും. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അത്. അപ്പം ഞങ്ങളത് ഗംഗ എന്ന് പറഞ്ഞ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് സ്ക്രൂ ഒക്കെ ഇട്ട് ശരിയാക്കി എടുത്തു. എൻ്റെ കാലിൽ സ്ക്രൂ നട്ടും ബോൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഇത്രയൊക്കെ ആണെങ്കിലും എനിക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്, ഒരു മിറക്കിളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഡോക്ടേഴ്സിനെ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ എനിക്ക് കൊണ്ട് ദൈവം തന്നിട്ടുണ്ട്. ഡീപ്പായിട്ട് പറഞ്ഞു വരുമ്പം കുറേ ഉണ്ട്. ലൈക്ക് ഓരോ ടൈപ്പിനും ഓരോരോ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ടൈപ്പിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറീസ് ചെയ്യാം, അതിനകത്ത് റോഡ് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ബോണിനെ ഇൻടാക്റ്റാക്കി വെക്കാൻ പറ്റും. പക്ഷേ ചില കേസസിൽ ലൈക്ക് ചില ടൈപ്പിൽ അതൊന്നും പറ്റാത്ത സമയമുണ്ട്. ലൈക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് സോ ഇതിൻ്റെ മെയിൻ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സർജറി ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് വിടുക എന്നുള്ളതാണ്.
നമ്മുടെ കാസ്റ്റ് ഇട്ട് വിടുക എന്നുള്ളതാണ്. അപ്പം അതും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഡിസ്കംഫർട്ടാണ്. കാരണം നമ്മൾ ഹീലിംഗ് പ്രോസസ്സിൽ അത്രയും നമ്മൾ ബെഡ് റിഡൺ ആയിരിക്കും, അനങ്ങാൻ പറ്റില്ല, എല്ലാത്തിനും നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. അതൊക്കെ ഇച്ചിരിയല്ല, നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു ഭൂരിഭാഗവും ഞാൻ അങ്ങനെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഓവറോൾ ഐഡിയ ഇപ്പം ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ഇതിനെ ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കുറവ് എന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നായിരിക്കാം, അല്ലെങ്കിൽ കുറവാണ് എന്ന് മറ്റുള്ളവർ കൺസിഡർ ചെയ്ത ഒരു കാര്യമായിരിക്കാം ഞാൻ ജനിച്ചപ്പോൾ. പക്ഷേ ഇപ്പം ഞാനതൊരു എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇതുകൊണ്ട് നല്ലതും മോശമൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തു നിന്നൊക്കെ ഞാൻ ഇവോൾവ് ചെയ്തിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ബി ബോൺ ലൈക്ക് ദിസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ അപ്പുറത്ത്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. താങ്ക് യു.